1979 ഇസ്ലാമിക വിപ്ലവത്തിലൂടെ ഇറാനിൽ ഭരണമാറ്റം സംഭവിച്ചതു മുതൽ ആരംഭിച്ചതാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശീതയുദ്ധം. കഴിഞ്ഞ 5 പതിറ്റാണ്ടുകളായി ഈ സംഘർഷം പല രൂപങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് ലോകം സാക്ഷ്യം വഹിക്കുന്നത് മുൻകാലങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു പുതിയ യുദ്ധതന്ത്രത്തിനാണ്. ഇവിടെ തോക്കുകൾക്കോ ബോംബുകൾക്കോ സ്ഥാനമില്ല. പകരം ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായി ശ്വാസം മുട്ടിക്കുന്ന സാമ്പത്തിക യുദ്ധം എന്ന തന്ത്രമാണ് അമേരിക്ക ഇപ്പോൾ പയറ്റുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഈ പുതിയ ഉപരോധങ്ങൾ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രഹരമായിരിക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇത് കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നം മാത്രമല്ല, മറിച്ച് ചൈന, ദക്ഷിണ കൊറിയ, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളെയും ആഗോള സാമ്പത്തിക വിപണിയെയും നേരിട്ട് ബാധിക്കുന്ന വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന്റെ തുടക്കം കൂടിയാണ്. സൈനികമായ ആക്രമണങ്ങളെക്കാൾ മാരകമാണ് അതിസൂക്ഷ്മമായി ആസൂത്രണം ചെയ്യുന്ന സാമ്പത്തിക ഉപരോധങ്ങൾ. അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് നൽകിയ മുന്നറിയിപ്പുകൾ സൂചിപ്പിക്കുന്നത് ഇറാനുമേൽ മുൻപെങ്ങുമില്ലാത്ത വിധത്തിലുള്ള സമ്മർദ്ദം ചെലുത്താനാണ് അമേരിക്ക ഒരുങ്ങുന്നത് എന്നാണ്. ഇറാന്റെ വരുമാനത്തിന്റെ ജീവനാഡിയായ എണ്ണ വിൽപ്പന ശൃംഖലകൾ, കറൻസി എക്സ്ചേഞ്ചുകൾ, രാജ്യാന്തര സാമ്പത്തിക ഇടപാടുകൾ, കപ്പൽ രജിസ്ട്രേഷൻ, കൂടാതെ ഇറാനുമായി വ്യാപാരം നടത്തുന്ന ഇടനിലക്കാരായ കമ്പനികൾ എന്നിവയെല്ലാമാണ് അമേരിക്ക പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഈ നീക്കത്തെ സാമ്പത്തിക ഭീകരവാദമെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വിശേഷിപ്പിച്ചത്. അമേരിക്കയുടെ ഈ നീക്കത്തിന് മുന്നിൽ വലിയൊരു ആഭ്യന്തര രാഷ്ട്രീയ തന്ത്രമുണ്ടെന്നും ഇറാൻ ആരോപിക്കുന്നുണ്ട്. അമേരിക്കയിലെ വർദ്ധിച്ചു വരുന്ന ദേശീയ കടവും നിയന്ത്രിക്കാനാവാത്ത പണപ്പെരുപ്പവും ഭരണകൂടത്തിന് വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. ഭരണപരമായ ഇത്തരം വീഴ്ചകളിൽ നിന്ന് അമേരിക്കൻ ജനതയുടെ ശ്രദ്ധ തിരിക്കാനും ആഗോളതലത്തിൽ തങ്ങളുടെ മേധാവിത്വം നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് വരുത്തി തീർക്കാനുമാണ് പ്രസിഡന്റ് ട്രംപ് ഇറാനെതിരെയുള്ള ഈ കടുത്ത നടപടികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സാമ്പത്തിക ഉപരോധങ്ങളിലൂടെ ഇറാൻ ജനതയെ സർക്കാരിനെതിരെ തിരിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് അമേരിക്കൻ ഭരണകൂടം. എന്നാൽ ഇത്തരം സമ്മർദ്ദങ്ങൾ ഇറാനെ കൂടുതൽ ശക്തമായി ചെറുത്തു നിൽക്കാൻ പ്രേരിപ്പിക്കുകയുള്ളൂ എന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. പുതിയ ഉപരോധങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ നിലവിലെ അമേരിക്കൻ നയങ്ങൾ ഇറാനെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിട്ടുണ്ട്. രാജ്യത്തിന്റെ GDP വളർച്ചാ നിരക്ക് കുത്തനെ ഇടിഞ്ഞ് നെഗറ്റീവ് അവസ്ഥയിലായിട്ട് നാളുകളേറെയായി. സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കുന്ന തരത്തിലാണ് അവിടെ വിലക്കയറ്റവും കുതിച്ചുയരുന്നത്. റീറ്റെയിൽ വിപണിയിലെ പണപ്പെരുപ്പം 80% മുകളിലാണെങ്കിൽ ഭക്ഷ്യവിലപ്പെരുപ്പം 100% അടുക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നിസ്സാര വിലയ്ക്ക് ലഭിക്കുന്ന ഉരുളക്കിഴങ്ങിനും സവാളയ്ക്കും ഉൾപ്പെടെ ലക്ഷക്കണക്കിന് റിയാലാണ് ഇറാനിയൻ ജനത നൽകേണ്ടി വരുന്നത്. പണത്തിന്റെ മൂല്യം അത്രത്തോളം ഇടിഞ്ഞിരിക്കുന്നു. ഇതിനോടൊപ്പം തൊഴിലില്ലായ്മ 10%-നടുത്ത് നിൽക്കുന്നത് വലിയ സാമൂഹിക അരക്ഷിതാവസ്ഥയും സൃഷ്ടിക്കുന്നുണ്ട്. എങ്കിലും പൂർണ്ണമായി കീഴടങ്ങാൻ ഇറാൻ തയ്യാറല്ല. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ സുപ്രധാന പാതയായ ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്ക നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടും ഇതിന് പുറത്തുള്ള തങ്ങളുടെ വലിയൊരു എണ്ണ ശേഖരം പ്രധാനമായും ചൈനയ്ക്ക് വിറ്റ് പിടിച്ചു നിൽക്കാനാണ് ഇറാന്റെ ശ്രമം. അതോടൊപ്പം കാസ്പിയൻ കടൽ വഴിയുള്ള വ്യാപാര സാധ്യതകളും പാകിസ്ഥാനി തുറമുഖങ്ങളും അവർ പ്രയോജനപ്പെടുത്തുന്നു. പാകിസ്ഥാൻ, റഷ്യ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളുടെ സഹായത്തോടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും സാമ്പത്തിക ഒറ്റപ്പെടൽ മറികടക്കാനുമുള്ള തന്ത്രപരമായ നീക്കങ്ങൾ ഇറാൻ ഭരണകൂടം സജീവമാക്കിയിട്ടുണ്ട്. ഇറാനെ സാമ്പത്തികമായി തകർക്കാനുള്ള അമേരിക്കൻ ശ്രമങ്ങൾക്ക് മുന്നിലെ ഏറ്റവും വലിയ തടസ്സം ഏഷ്യൻ വൻകരയിലെ സാമ്പത്തിക ശക്തിയായ ചൈനയാണ്. ഇറാനിൽ നിന്ന് കടൽ മാർഗം കയറ്റുമതി ചെയ്യുന്ന എണ്ണയുടെ 80%-ലധികവും നിലവിൽ വാങ്ങുന്നത് ചൈനയാണ്. ചൈന തങ്ങളുടെ വ്യവസായങ്ങൾക്കും മറ്റുമുള്ള ഊർജ്ജ ആവശ്യത്തിന്റെ പകുതിയും കണ്ടെത്തുന്നത് ഗൾഫ് മേഖലയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ചൈനയുടെ സമ്പൂർണ്ണ സഹകരണമില്ലാതെ ഇറാനെതിരെയുള്ള ഉപരോധം ഒരിക്കലും ലക്ഷ്യം കാണില്ലെന്ന് അമേരിക്കയ്ക്ക് നന്നായി അറിയാം. ഹോർമൂസ് കടലെടുക്ക് തടസ്സങ്ങളില്ലാതെ തുറന്നിടാനും ഇറാനെതിരെയുള്ള ഉപരോധങ്ങളിൽ പങ്കുചേരാനും അമേരിക്ക ആവശ്യപ്പെട്ടെങ്കിലും ചൈനീസ് ഭരണകൂടം ഇത് പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഉണ്ടായത്. ഉപരോധങ്ങളും സാമ്പത്തിക സമ്മർദ്ദങ്ങളും ഒരിക്കലും പ്രശ്നപരിഹാരത്തിന് സഹായിക്കില്ലെന്നും നയതന്ത്ര ചർച്ചകളിലൂടെ മാത്രമേ ഇതിന് ശാശ്വതമായ പരിഹാരം കാണാനാകൂ എന്നുമാണ് ചൈനയുടെ വ്യക്തമായ നിലപാട്. അമേരിക്കയുടെ ഭീഷണികൾക്ക് വഴങ്ങേണ്ടതില്ലെന്ന ചൈനയുടെ തീരുമാനം ആഗോള സാമ്പത്തിക ക്രമത്തിൽ അമേരിക്കയുടെ സ്വാധീനം കുറഞ്ഞു വരുന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. ഈ സാമ്പത്തിക യുദ്ധ പ്രഖ്യാപനത്തിന് പിന്നാലെ ആഗോള ക്രൂഡ് ഓയിൽ വില വലിയ തോതിൽ ചാഞ്ചാട്ടം പ്രകടിപ്പിച്ചിരുന്നു. ബ്രന്റ് ക്രൂഡ് വില ബാരലിന് $94 വരെ എത്തിയെങ്കിലും പിന്നീട് $93 താഴുകയാണ് ഉണ്ടായത്. എണ്ണവിലയിലെ ഈ മാറ്റങ്ങൾ ലോകമെമ്പാടുമുള്ള വിപണികളിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ഈ ഭൗമരാഷ്ട്രീയ നാടകത്തിലെ ഏറ്റവും പുതിയതും നാടകീയവുമായ വഴിത്തിരിവ് ദക്ഷിണ കൊറിയയുടെ അപ്രതീക്ഷിത നിലപാടാണ്. ഇറാനെ ആണവമുക്തമാക്കാനുള്ള അമേരിക്കൻ ശ്രമങ്ങളിൽ സഖ്യകക്ഷി എന്ന നിലയിൽ പങ്കുചേരാൻ ദക്ഷിണ കൊറിയയോട് പ്രസിഡന്റ് ട്രംപ് നേരിട്ട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ തികച്ചും അപ്രതീക്ഷിതമായി ദക്ഷിണ കൊറിയ ഈ ആവശ്യം നിരസിച്ചു. ദീർഘകാലമായി അമേരിക്കയുമായി അടുത്ത സൈനിക സാമ്പത്തിക ബന്ധം പുലർത്തുന്ന ഒരു സഖ്യരാജ്യത്തിൽ നിന്നുണ്ടായ ഈ തിരിച്ചടി ട്രംപിനെ വലിയ തോതിൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ദക്ഷിണ കൊറിയയുടെ ഈ നിസ്സഹകരണത്തിന് മറുപടി എന്നോണം അവരുമായി സംയുക്തമായി നടത്തി വന്നിരുന്ന സൈനിക അഭ്യാസങ്ങൾ വെട്ടിക്കുറയ്ക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു.
ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നുമായി തന്റെ മികച്ച വ്യക്തിബന്ധം ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ഈ നീക്കത്തെ ന്യായീകരിക്കുന്നത്. അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുന്ന ഇത്തരം സൈനിക അഭ്യാസങ്ങൾ ചുരുക്കുന്നത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണം ചെയ്യുമെന്നാണ് ട്രംപിന്റെ വിശദീകരണം. എന്നിരുന്നാലും ഇതിനകം ആരംഭിച്ച 18,000-ഓളം ദക്ഷിണ കൊറിയൻ സൈനികരും 28,000-ഓളം അമേരിക്കൻ സൈനികരും പങ്കെടുക്കുന്ന സൈനിക പരിശീലനം തൽക്കാലം തുടരാനാണ് തീരുമാനം. സഖ്യകക്ഷികൾ പോലും അമേരിക്കയുടെ താൽപ്പര്യങ്ങൾക്ക് അന്ധമായി വഴങ്ങുന്നില്ലെന്നത് ഈ കാലഘട്ടത്തിന്റെ മാറുന്ന നയതന്ത്ര സമവാക്യങ്ങളെയാണ് വരച്ചു കാട്ടുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ സാമ്പത്തിക യുദ്ധം ആഗോളതലത്തിൽ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുമ്പോൾ അതിന്റെ നേരിട്ടുള്ള പ്രതിഫലനം സംഭവിക്കുന്നത് ഓഹരി വിപണികളിലും സ്വർണ്ണവിലയിലുമാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങൾ വർദ്ധിക്കുകയും സാമ്പത്തിക അനിശ്ചിതത്വം നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നിക്ഷേപകർ തങ്ങളുടെ പണം കൂടുതൽ സുരക്ഷിതമായ സ്വർണത്തിലേക്ക് മാറ്റാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് സ്വർണ്ണവില എക്കാലത്തെയും വലിയ റെക്കോർഡുകളിലേക്ക് കുതിക്കാൻ കാരണമാകുന്നു. ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ചിടത്തോളം ഈ ഭൗമരാഷ്ട്രീയ മാറ്റങ്ങൾ വലിയ വെല്ലുവിളികളും ചില അവസരങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുന്നത് ഇന്ത്യയുടെ ഇറക്കുമതി ചെലവ് കുത്തനെ കൂട്ടുകയും രൂപയുടെ മൂല്യം ഇടിയാൻ കാരണമാവുകയും ചെയ്യും. ഇത് ആഭ്യന്തര വിപണിയിൽ വിലക്കയറ്റത്തിന് വഴിവെക്കാം. എന്നാൽ മറുവശത്ത് അമേരിക്കൻ ഉപരോധങ്ങളെ മറികടക്കാൻ റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യയുമായി രൂപയിൽ വ്യാപാരം നടത്തുന്നതും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ നൽകുന്നതും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയൊരു കരുത്താകുന്നുണ്ട്. മാറുന്ന ഈ ലോകക്രമത്തിൽ സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഇന്ത്യ മുന്നേറുകയാണ്. ചുരുക്കത്തിൽ ഉപരോധങ്ങൾ കൊണ്ട് ഒരു രാജ്യത്തെ പൂർണ്ണമായി തകർക്കാൻ സാധിക്കില്ലെന്ന ചരിത്രപാഠം അമേരിക്ക വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക സമ്മർദ്ദങ്ങൾ സാധാരണ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുമെങ്കിലും ചൈനയുടെയും ദക്ഷിണ കൊറിയയുടെയും നിലപാടുകൾ വ്യക്തമാക്കുന്നത് അമേരിക്കൻ തീരുമാനങ്ങൾക്ക് പിന്നിൽ ലോകം കണ്ണടച്ച് അണിനിരക്കുന്ന കാലം കഴിഞ്ഞു എന്ന് തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.